വയനാട് കല്ലൂർകുന്നിലും കടുവ സാന്നിധ്യം. പ്രദേശവാസിയായ വാഗീർ സന്തോഷിന്റെ പശുവിനെ കടുവ കൊലപ്പെടുത്തി. ക്ഷീരകർഷകൻ കൊല്ലപ്പെട്ട വാഗേരി കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. കാൽപ്പാടുകളുടെ പരിശോധനയിൽ വാഗേരിയിലെ കടുവ അല്ല ഇത് എന്ന് സ്ഥിരീകരിച്ചു. വാഗേരിയിൽ ക്ഷീരകർഷകനെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് RRT സംഘം ഇന്ന് വാഗേരിയിൽ എത്തും. ജിൻസ് തോട്ടുങ്കരയാണ് ചേരുന്നത്. ജിൻസ്, ഇപ്പോഴെന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പ്രദേശത്ത് ഇത്തരം ഈ കടുവകൾ കൂടുതലായുണ്ട് എന്നാണോ വ്യക്തമാകുന്നത്? അഭിലാഷ്, കഴിഞ്ഞ ശനിയാഴ്ച കടുവയുടെ ആക്രമണത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായ വാഗേരി കുടൂരിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള കല്ലൂർ കുന്നിലാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി 12 മണിക്കായിരുന്നു ഈ കടുവ എത്തിയത്. ഇവിടെ വാഗീൽ സന്തോഷിന്റെ പശുവിനെ ആക്രമിക്കുകയായിരുന്നു. ഈ പശുവിനെ അല്പദൂരം ഈ കടുവ വലിച്ചിഴിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഉടനെ തന്നെ വീട്ടുകാർ ഇത് കാണുകയും ബഹളം വെച്ചതോടുകൂടിയാണ് ഈ കടുവ ഓടിമറിയുകയും ചെയ്തത്. ഇന്നലെ തന്നെ വനം വകുപ്പ് ഈ പരിസരത്തെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. ഇപ്പോൾ നിലവിൽ ഈ RRT സംഘം ഈ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ കടുവയ്ക്കായുള്ള കൂടും ഈ പ്രദേശത്ത് സ്ഥാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വനപാലകർ നമ്മോട് പറയുന്നത്. കടുവയുടെ കാൽപ്പാടുകളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടിരുന്നു. ആ നിലയിൽ നാട്ടുകാർ വലിയ ബഹളം വെക്കുകയും ഇത് ഈ നേരത്തെ ആക്രമിച്ച കടുവയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വനപാലകർ ഇവിടെ എത്തുകയും ഇതിന്റെ കാൽപ്പാടുകൾ പരിശോധനയിൽ ഈ വാഗേരിയിലെ ആളക്കൊല്ലി കടുവയല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ ഒന്നിൽ കൂടുതൽ കടുവകൾ ഉണ്ടെന്ന ഒരു ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികളുള്ളത്. എന്തായാലും ആളുകൾ വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും ഈ ആളക്കൊല്ലി കടുവയെ കിട്ടാത്തതിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴും വനം വകുപ്പ് ഇതിനെ ഈ കടുവയെ പിടികൂടാനുള്ള ഊർജിത നീക്കം നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള RRT സംഘം ഇന്ന് വാഗേരിയിൽ എത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിന് സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഈ കടുവയെ പിടിക്കുവാനുള്ള നടപടികൾ ഊർജിതമാക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്തായാലും ആളുകൾ വലിയ പ്രതിഷേധത്തിലാവുമ്പോഴും ഈ കടുവയെ പിടികൂടാനുള്ള സമ്മർദ്ദം ഏറുകയാണ് ഇപ്പോൾ വനം വകുപ്പിന്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ജിൻസ് നൽകിയത്.